നമസ്കാരം. നീണ്ട 38 ദിവസം നീണ്ട ഏകാന്തവാസത്തിന് ശേഷമാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത്. ഇക്കഴിഞ്ഞ 38 ദിവസവും പത്തനംതിട്ട അടൂരിലെ തൻ്റെ വസതിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ ഒരിക്കൽ നിയമസഭയിൽ പോയി ഒന്ന് തല കാണിച്ചതൊഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും കണ്ടിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയും എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയായിരുന്നു CPM-ഉം BJP-യും. ഇടയ്ക്ക് CPM പ്ലേറ്റ് തിരിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ വെറുതെ വിടില്ല, അയാൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് വെല്ലുവിളിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് CPM-ലേക്ക് പോയി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റുമുട്ടി നാണം കെട്ട് തോറ്റ ഡോക്ടർ P. സരിൻ അടക്കമുള്ളവരുടെ അവകാശവാദം. ഇനിങ്ങോട്ട് വരട്ടെ, ഇപ്പൊ അടൂരല്ലേ ഉള്ളത്, പാലക്കാട് സ്വീകരണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വീകരണം പ്ലാൻ ചെയ്തിട്ടില്ലേ? പറ്റേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്ന് പ്രതിരോധം തീർക്കുന്നേ DYFIയുടെ സ്വീകരണത്തിന്. ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു, സമ്മാനം കൊടുക്കാൻ തയ്യാറാണ് എന്നായിരുന്നു ഡോക്ടർ സരിൻ പറഞ്ഞത്. ഇതുതന്നെയായിരുന്നു BJP-ക്കാരുടെ അവകാശവാദവും. അലങ്കരിച്ച കാളക്കൂറ്റിനുമായി അവർ രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരുന്നു. രാഹുൽ എവിടെയെത്തിയാലും ഞങ്ങൾ തടയും, രാഹുലിനെ പാലക്കാട്ട് മണ്ണിൽ നിലം തൊടാൻ അനുവദിക്കില്ല എന്നായിരുന്നു BJP-യുടെ അവകാശവാദം. ഈ അവകാശവാദങ്ങൾ ശരിയായിരിക്കും, രാഹുൽ പേടിച്ചുപോയി എന്ന് നമ്മളെപ്പോലുള്ളവർ കരുതുന്ന തരത്തിലായിരുന്നു അനാവശ്യമായ രാഹുലിൻ്റെ മൗനവും വീട്ടിലിരിപ്പും. രാഹുൽ മാങ്കൂട്ടത്തെ അറിയാവുന്നവരൊക്കെ രാഹുലിനോട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നാൽ നിന്റെ രാഷ്ട്രീയ ജീവിതം തീർന്നു പോകുമെന്ന്. CPM-ഉം BJP-യും മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടതോടെ മറ്റൊരു വഴിയുമില്ലാതെ വീട്ടിലിരുന്ന രാഹുലിനോട് അറിയാവുന്നവരൊക്കെ ഉപദേശിച്ചു കൊടുത്തു, സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചുപോയില്ലെങ്കിൽ അത് പണിയാകുമെന്ന്. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ 38 ദിവസം മടിച്ചു നിന്നു? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ പാലക്കാട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ പ്രകോപിപ്പിക്കാനോ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പല ദിവസങ്ങളിലേക്ക് നീണ്ടുപോയി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ഉണ്ട് എന്നതായിരുന്നു നീട്ടിവയ്ക്കാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയത്. അതിനുശേഷം നിശ്ചയിച്ചിരുന്ന തീയതി മാറിയത് VD സതീശൻ പാലക്കാട് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒടുവിൽ ആരുമില്ലാത്ത ഒരു ദിവസം നോക്കി രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകാരും വെളുപ്പിന് തന്നെ അടൂരിൽ നിന്നും പാലക്കാടേക്ക് കാർ ഓടിച്ചുപോയി. MLA ബോർഡ് വെച്ച വാഹനത്തിലായിരുന്നു പാലക്കാട് വരെ എത്തിയത്. എന്നാൽ പിന്നീട് ചിലരുടെ ഉപദേശപ്രകാരം MLA ബോർഡ് മാറ്റി സ്വകാര്യ വാഹനത്തിലാക്കി യാത്ര. രാവിലെ 9-ന് പാലക്കാട് ഈസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യറുടെ സഹോദരന്റെ മരണ വീട്ടിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ആരും കൂക്കി വിളിക്കാനോ തടയാനോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നവർ രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. സേവ്യറിന്റെ സഹോദരനെ അന്ത്യാഞ്ജലി അർപ്പിച്ച് അടുത്ത മരണ വീട്ടിലേക്ക് പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ മരണ വീടുകളിൽ എത്തുന്നു എന്ന് BJP-ക്കാരും CPM-കാരും അറിഞ്ഞെങ്കിലും അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെ രാഹുലിൻ്റെ ആദ്യ ശ്രമം വിജയിച്ചു എന്ന് പറയാം. മരണ വീടുകളിലൂടെ പോയി രാഹുൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തു. ചെന്ന മരണ വീടുകളിലെല്ലാം കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. അവരൊക്കെ രാഹുലിനോട് കുശലാന്വേഷണം നടത്തി. ഒടുവിലെത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന PJ പൗലോസിൻ്റെ മരണ വീട്ടിലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. ചെന്നിത്തല രാഹുലിനെ നോക്കിയൊന്ന് ചിരിച്ചതല്ലാതെ അധികം കുശലം പറഞ്ഞില്ല. DCC പ്രസിഡന്റ് തങ്കപ്പനും കൈകൊടുത്തു മാറി നിന്നു. ചെന്നിത്തല ഉടനടി സ്ഥലം വിട്ടതോടെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ചുറ്റും കൂടി. മണിക്കൂറുകളോളം രാഹുൽ അവിടെ ചെലവഴിച്ചു. VK ശ്രീകണ്ഠനും ബെന്നി ബെഹനാനും രാഹുൽ മാങ്കൂട്ടത്തിലെ കെട്ടിപ്പിടിച്ചാണ് സംസാരിച്ചത്. KPCC അംഗം അബ്ദുൽ മുത്തലബ് ദീർഘനേരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരം നടത്തി. ഇവിടെയെങ്ങും എത്താൻ കഴിയാതിരുന്ന പ്രക്ഷോഭകാരികൾ ഇതേസമയം തെരുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം നയിക്കുകയായിരുന്നു. ആരോ പറഞ്ഞുകൊടുത്ത പൊട്ടബുദ്ധിയുടെ ഭാഗമായി CPM-കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈക്കിളിൽ കോളാമ്പി മൈക്ക് കെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരെ സൂക്ഷിക്കുക, സ്ത്രീകളെ ഓടി രക്ഷപ്പെടുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അത് അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രകടനം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് പെൺകുട്ടികൾ, അമ്മമാർ, ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്നവർ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, രാത്രി 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജുകൾ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. ഇതുവരെ ഒരു പരാതിക്കാർ പോലുമില്ലാത്ത ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് വന്നു എന്നതിന് തെളിവായി ഇത് സാധാരണക്കാർക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് CPM-കാർക്ക് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്തത് കൊണ്ടാവാം അവർ ഇങ്ങനെയൊക്കെ വേഷം കിട്ടുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ MLA ഓഫീസിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് BJP-ക്കാരും CPM-കാരും അങ്ങോട്ട് പ്രകടനം നടത്തിയത്. വൈകുന്നേരം ഏതാണ്ട് 4:15 മണിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലെത്തി. കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം 2 പേർ മാത്രം. ഓഫീസിൽ ചെല്ലുമ്പോൾ ജീവനക്കാരടക്കം ഏതാണ്ട് 20ഓളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. രാഹുൽ അവിടെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് മാധ്യമപ്രവർത്തകർ ഓടിയെത്തിയിട്ടും BJP-ക്കാരോ CPM-കാരോ അറിഞ്ഞ ഭാവം നടിച്ചില്ല. ഓഫീസിലെത്തിയ പരാതികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശോധിക്കുകയും വേണ്ട നിർദ്ദേശം നൽകുകയും പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്താണ് പിരിഞ്ഞത്. ഇവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു എന്നതിന് പേരിൽ ചില കശപിശയൊക്കെ ഉണ്ടായി എന്നതൊഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാര്യമായ ഒരു പ്രതിഷേധവും നേരിടേണ്ടി വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ തീർത്തു കളയും എന്ന് പറഞ്ഞവർക്ക് മനസ്സിലായി രാഹുലിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കൂടുതൽ അത് വഷളാക്കണ്ടെന്ന്. രാഹുൽ ആവട്ടെ എത്തിയാൽ എന്ത് സംഭവിക്കും എന്നറിയാതെ ആശങ്കപ്പെട്ടു നിന്നെങ്കിലും ഒടുവിൽ രണ്ടും കൽപ്പിച്ച് നെഞ്ചുവിരിച്ച് രംഗത്തിറങ്ങിയതോടെ രാഹുലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന CPM-കാരും BJP-കാരുമാണ്. VD സതീശൻ കട്ടക്കിറങ്ങിയതോടെ രാഹുലിനി പാലക്കാട്ടേക്ക് എത്തുകയില്ല എന്ന് കരുതിയിരുന്നവരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു രാഹുലിന്റെ രംഗപ്രവേശം. രാഹുലിനെ ശിക്ഷിച്ചത് മതിയായി, ഇനി അയാൾക്കെതിരെ ആരെങ്കിലും കേസുമായി രംഗത്ത് വന്നിട്ട് ഇടപെട്ടാൽ മതി എന്ന് തോന്നൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ കട്ടയ്ക്ക് എതിർത്ത് നിന്ന സതീശനും മൗനം പാലിച്ച് പിന്മാറുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ഉഷാറാവുകയാണ്. മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് തൃപ്തികരമായ മറുപടി കൊടുത്ത് പിടിച്ചു നിൽക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം. തൽക്കാലം നാട്ടിലേക്കില്ലെന്നും പാലക്കാട് തന്നെ താമസിക്കാനാണ് തീരുമാനമെന്നും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ അതിൽ എതിർപ്പൊന്നുമില്ലെന്നും ആ പ്രതിഷേധത്തെ അങ്ങനെ തന്നെ നേരിടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നു. പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനം നടത്തും. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ. പ്രതിഷേധങ്ങളുണ്ടായിട്ട് പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. ഇതേസമയം രാഹുലിനെതിരെ കേസെടുത്ത പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി മൊഴികൾ കിട്ടിയെങ്കിലും നേരിട്ടുള്ള മൊഴികൾ ആരുടേതുമില്ല. രാഹുലിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്ന 4 മാധ്യമപ്രവർത്തകർക്കും അവർക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ലെന്നും അവരോട് മറ്റുള്ളവർ പറഞ്ഞതാണ് എന്നുമാണ് അവകാശപ്പെടുന്നത്. രാഹുൽ ഗർഭിണിയാക്കി പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന 2 പെൺകുട്ടികളെക്കുറിച്ചും ഈ വനിതാ മാധ്യമ പ്രവർത്തകർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ മൊഴി കൊടുക്കാൻ വിസമ്മതിക്കുന്നു. പോലീസ് വളഞ്ഞ വഴിയിൽ അവരുടെ മൊഴിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ അതിന് വിസമ്മതിക്കുകയാണ്. ഇതോടുകൂടി പോലീസിനെ എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മൊഴി പോലും എടുത്തിട്ടില്ല. കേസ് നിലനിൽക്കില്ലെന്നും അത് പതിയെ ആരും അറിയാതെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ശക്തമായ സാന്നിധ്യമായി തുടരാൻ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. തൻ്റെ വഴി താൻ തന്നെ വെട്ടിത്തുറക്കേണ്ടതുണ്ടെന്നും തന്നെ ആരും സഹായിക്കില്ലെന്നും താൻ വീട്ടിലിരുന്നാൽ തനിക്കിനി MLA ആകാൻ പോലും കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നെഞ്ചുവിരിച്ച് പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. ഈ ആത്മവീര്യം തുടരുകയും പോലീസിനെ രാഹുലിനെതിരെ ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിലും രാഹുൽ തന്നെയായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കേണ്ടി വരും.